മഴക്കാലമാണ്. അസുഖങ്ങൾ പടർന്നു പിടിക്കാൻ ഏറ്റവും കൂടുതൽ സാഹചര്യമുള്ള കാലമാണ് ഇത്. പലതരം പനികൾ മഴക്കാലമായാൽ കണ്ടുവരുന്നു. അവയുടെ ലക്ഷണങ്ങൾ ഇവയാണ്. എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തി ഡോക്ടർമാരുമായി സംസാരിച്ച് കൃത്യമായ മരുന്നുകൾ എടുക്കുക. സ്വയം ചികിത്സ അരുത്. വൈറൽ പനി, ജലദോഷം, ചുവന്ന പാടുകൾ എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. 5 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം. ധാരാളം വെള്ളം കുടിക്കുക, പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മരുന്നുകൾ കഴിക്കുക. പനിയും അതിന്റെ ലക്ഷണങ്ങളും കൂടി നമുക്കൊന്ന് നോക്കാം. ഡെങ്കിപ്പനി. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പനി, തലവേദന, സന്ധിവേദന, ചർമ്മത്തിലെ ചുവന്ന പാടുകൾ, ശ്വാസഗതി വേഗത്തിലാവുക, ശ്വാസമുട്ടൽ, പിച്ചും പേയും പറയുക, തലചുറ്റൽ, മൂത്രത്തിന്റെ അളവ് കുറയുക, രക്തസ്രാവം, രക്തസമ്മർദ്ദം കുറയുക എന്നിവയാണ് ലക്ഷണം. ഡെങ്കിപ്പനിക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയില്ല. രോഗലക്ഷണങ്ങൾ ഒഴിവാക്കുന്നതിലും സങ്കീർണതകൾ തടയുന്നതിലും രോഗനിയന്ത്രണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടുക. പ്രത്യേകിച്ച് നിങ്ങൾ താമസിക്കുന്നതോ ഡെങ്കിപ്പനി ബാധിത പ്രദേശത്ത് അടുത്തിടെ യാത്ര ചെയ്തതോ ആണെങ്കിൽ. നേരത്തെയുള്ള രോഗനിർണയവും മാനേജ്മെന്റും നിർണായകമാണ്. മലേറിയ. കൊതുക് പരത്തുന്ന മഴക്കാല രോഗമാണ് മലേറിയ. തണുപ്പും വിറയലും കൂടിയ പനി, പേശിവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ. വീട്ടിലും പരിസരത്തും പ്ലാസ്റ്റിക് കുപ്പി, പാത്രങ്ങൾ, ഓട, ചിരട്ട എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ അത് ഒഴിവാക്കുക. കിടക്കുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുക. വൈകുന്നേരം ജനലും വാതിലും അടച്ചിടുക. കുട്ടികളെയും മറ്റും കൈ നീളമുള്ള ഉടുപ്പുകൾ ഇടിപ്പിക്കുക. ജപ്പാൻ ജ്വരം. ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ് ജപ്പാൻ ജ്വരം. കുട്ടികളെയും പ്രായമായവരെയുമാണ് രോഗം മാരകമായി ബാധിക്കുന്നത്. പനിയോടൊപ്പം ശക്തമായ തലവേദന, ഓർമ്മക്കുറവ്, അസാധാരണമായ പെരുമാറ്റം, കൈകാൽ തളർച്ച എന്നിവ ജപ്പാൻ ജ്വരത്തിന്റെ ലക്ഷണങ്ങളാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. മഞ്ഞപ്പിത്തം. മലിനമായ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണ് മഞ്ഞപ്പിത്തം പടരുന്നത്. ഭക്ഷണ ശുചിത്വം കർശനമായി പാലിക്കുക. വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം വാങ്ങി കഴിക്കുക. കണ്ണിന് മഞ്ഞ നിറമോ മൂത്രത്തിന് നിറവ്യത്യാസമോ കണ്ടാൽ വൈദ്യസഹായം തേടണം. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം. മഴക്കാലത്ത് പെട്ടെന്ന് പകരാൻ ഇടയുള്ള പനിയാണ് എലിപ്പനി. എലിപ്പനി എങ്ങനെ പടരുന്നു? ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നു കൂടി നോക്കാം. എലിപ്പനിയുടെ കാരണങ്ങൾ. എലിപ്പനിയെ ലെപ്റ്റോസ്പൈറോസിസ് എന്നും അറിയപ്പെടുന്നു. എലി മൂത്രവുമായോ മറ്റ് ശരീരസ്രവങ്ങളുമായോ സമ്പർക്കം വഴി പകരുന്ന ഒരു പകർച്ചവ്യാധിയാണിത്. ഇതൊരു ബാക്ടീരിയ അണുബാധയാണ്. സാധാരണയായി കടികൾ, പോറലുകൾ അല്ലെങ്കിൽ മലിനമായ പ്രതലങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണവുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെ പകരുന്നു. പാടത്തും പറമ്പിലും കൃഷിപ്പണി ചെയ്യുന്നവർ, മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ, കശാപ്പുശാലകളിലെ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവരിലൊക്കെ രോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ. കടുത്ത പനി, തലവേദന, പേശിവേദന, കണ്ണ് ചുവന്ന് തടിക്കൽ, മൂക്കിലൂടെ രക്തസ്രാവം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. എലിപ്പനി ബാധിക്കുന്ന എല്ലാവരിലും ഈ ലക്ഷണങ്ങൾ പ്രത്യക്ഷമായെന്ന് വരില്ല. 10% താഴെ ആളുകൾ മാത്രമാണ് ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. രോഗാണു ഉള്ളിൽ കടന്നാൽ പ്രതിരോധ ശക്തി അനുസരിച്ച് രോഗ തീവ്രത ഏറിയും കുറഞ്ഞും അനുഭവപ്പെടാം. തലവേദന തലയുടെ പിൻഭാഗത്ത് നിന്നും തുടങ്ങി നെറ്റിയിലേക്ക് വ്യാപിക്കുന്നു. തുടക്കത്തിലെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ എലിപ്പനി പൂർണ്ണമായും ഭേദമാകാനാകും. മലിനജലവുമായി സമ്പർക്കം വരുന്ന അവസരങ്ങളിൽ കയ്യുറകൾ, പാദരക്ഷകൾ, മാസ്ക് എന്നിവ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പാടത്തും പറമ്പിലും കൃഷിപ്പണി ചെയ്യുന്നവർ, മൃഗങ്ങളുമായി അടുത്തിടപഴകുന്നവർ, കശാപ്പുശാലകളിലെ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, കുളത്തിലും മറ്റു പൊതുസ്ഥലങ്ങളിലും കുളിക്കുന്നവർ തുടങ്ങിയവരിൽ രോഗബാധ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജാഗ്രത പാലിക്കുക. അണുബാധയുള്ള മൃഗങ്ങളുടെ മൂത്രം ശരീരഭാഗങ്ങളിൽ പുരളുകയാണെങ്കിൽ ഉടൻ സോപ്പിട്ട് കഴുകി അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കണം. രോഗബാധയുള്ള മൃഗങ്ങളുടെ പാൽ കൈയിലോ മറ്റ് ശരീരഭാഗങ്ങളിലോ വീണാലും അണുനാശിനികൾ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. പശു, ആട്, എരുമ, ചെമ്മരിയാട്, നായ എന്നീ വളർത്തു മൃഗങ്ങളിലാണ് സാധാരണയായി എലിപ്പനി ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രോഗം ഭേദമായ മൃഗങ്ങളുടെ മൂത്രത്തിൽ 3 മാസം വരെ എലിപ്പനിയുടെ അണുക്കൾ ഉണ്ടാകും. കുടിവെള്ള സ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം. വളർത്തു മൃഗങ്ങൾക്കും ശുദ്ധമായ വെള്ളം വേണം നൽകാൻ. കെട്ടിക്കിടക്കുന്ന വെള്ളം കുടിക്കാൻ അനുവദിക്കരുത്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങരുത്. പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ എലിപ്പനി പൂർണ്ണമായും തടയാൻ കഴിയും.